മമത മോഹൻദാസിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമത ഒരു ക്യാൻസർ രോഗിയാണ്. ഒരിക്കലും ഒരു ക്യാൻസർ രോഗിയുടെ ഒരു ഭാവപകർച്ചയോട് കൂടി ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നമ്മളെ ചിരിപ്പിച്ച് അതുപോലെ തന്നെ അഭിനയിച്ച് വളരെയധികം ശ്രദ്ധ നേടിയുള്ള ഒരു നടിയാണ് മമത മോഹൻദാസ്. ക്യാൻസർ വന്നിട്ട് ഇത്രയും നാൾ പിടിച്ചു നിന്ന വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. അത്രയും ബോൾഡാണ്. ഇപ്പോൾ നമുക്ക് മമതയുടെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാലിയിൽ അവധി ആഘോഷം അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വേണം പെൺകുട്ടികളായ നടികളായ. അപ്പോൾ മമത മോഹൻദാസിന് കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം അത് ഡൈവോഴ്സായി. അത് ഡൈവോഴ്സ് ആവാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമത ഒരു ക്യാൻസർ രോഗിയാണ് എന്ന് അറിഞ്ഞ അന്ന് മുതലാണ് ഈ ഭർത്താവ് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ അതോടുകൂടിയിട്ട് മമതയ്ക്ക് മനസ്സിലായി ഇത് സ്നേഹമല്ല, യഥാർത്ഥ സ്നേഹമാണ്, പ്രേമമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കും. ഏത് രോഗത്തിനും നമുക്ക് മരുന്ന് നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ സ്നേഹമാണ്. ആ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ബന്ധം തുടർന്നു കൊണ്ടതിൽ അർത്ഥമില്ല. അങ്ങനെയാണ് ആ ബന്ധം വേണ്ടെന്ന് വെച്ചത്. അതിലും വലിയൊരു ഷോക്ക് നമ്മുടെ മമതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിലൊരു നടൻ മമതയായിട്ട് ഡേറ്റിങ്ങിലാണെന്ന്. ഈ ഡേറ്റിങ്ങിലാവണതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഈ നടൻ ചോദിച്ചപ്പോൾ അമ്മോട് അനുവാദം ചോദിച്ചിട്ടാണ് ഡേറ്റിങ്ങിലായത്. പക്ഷേ ഈ നടൻ മമതനെ വഞ്ചിക്കുകയായിരുന്നു. നടൻ്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ നടൻ മമതയായിട്ട് ഡേറ്റിങ്ങിലായത്. ഇത് മമത അറിയുന്നത് വളരെ വൈകിയാണ്. പക്ഷെ അത് വലിയൊരു ഷോക്കായിരുന്നു മമതയ്ക്ക്. അപ്പോൾ ഒരു രോഗത്തിൻ്റെ ഷോക്ക് മാറി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ഷോക്കുകൾ കൊടുക്കാനായിട്ട് നടന്മാരും മുന്നിട്ടിറങ്ങുകയെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന മമതയ്ക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികൾ കിട്ടാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ തിരിച്ചടികളും അവർ സന്തോഷം കണ്ടെത്തുന്നത് സിനിമ അഭിനയിക്കുന്നതിലാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മമതേനെ ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ കാണാണ്ട് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. അതിനേക്കാളും വലിയൊരു ക്രൂരതയാണ് മമതയോട് ഡോക്ടർമാർ ചെയ്തത്. പല ഡോക്ടർമാരും പല രീതിയിലും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഈ രോഗം തന്നെ ചെന്നിട്ട് ഇതിന് തന്നെ ചികിത്സ ചെയ്യാണ്ട് വേറെ ചികിത്സ ചെയ്തിട്ട് ഈ രോഗം മൂർച്ഛിക്കാനായിട്ട് പല കാരണങ്ങളായി. അതിന് ശേഷമാണ് അമേരിക്കയിലേക്ക് ചികിത്സ മാറ്റിയത്. അപ്പോൾ ഒരു കാശ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു യന്ത്രം എന്ന് കരുതി മാത്രം ഡോക്ടർമാർ മമതേനെ ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് മമതയ്ക്ക് പണമല്ല ഒരു ആളുടെ രോഗം മാറ്റുന്നത്, ആ ആളുടെ മനോധൈര്യമാണ്. ആ മനോധൈര്യമുള്ളതുകൊണ്ടാണ് മമത മോഹൻദാസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നമ്മൾക്കൊരു പനിയോ ജലദോഷം വന്നാൽ പോലും നമ്മൾ മൂഡ് ഔട്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ടെൻഷൻ എല്ലാം ഉണ്ടാവും. പക്ഷേ മമതയ്ക്ക് ക്യാൻസർ വന്നിട്ട് ഒരു ടെൻഷനും ഉണ്ടാകുന്നില്ല. അതിനെ അതിജീവിക്കാൻ കാരണം പണമല്ല, അതിന് ഉറച്ച ശരീരം, ഉറച്ച മനസ്സും അതിനെ നേരിടാനുള്ള കഴിവും തൻ്റെ ഇടവുമാണ് മമത മോഹൻദാസ് ജീവിച്ചിരിക്കുന്നതിനുള്ള തെളിവ്.